നൈറ്റ് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അർഫയിലെ കല്ലുമക്കായ് ബിരിയാണിന്റെ റീല് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു അർഫയിലേക്ക്. നൈറ്റ് ആയതുകൊണ്ട് ബിരിയാണി അവൈലബിൾ ആണോ, കല്ലുമക്കായ് ബിരിയാണി അവൈലബിൾ ആണോ എന്നൊന്നും അറിയില്ല. പക്ഷെ പോയി നമുക്ക് കല്ലുമക്കായ് ബിരിയാണി കിട്ടി. അത് മാത്രമല്ല, നമ്മൾ കല്ലുമക്കായ് ബിരിയാണിയും അതുപോലെ തന്നെ ഫിഷ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി മൂന്നും ട്രൈ ചെയ്തു. പിന്നെ ഒരു കാര്യം, ഇത് മൂന്നും ഞാൻ ഒറ്റയ്ക്കല്ല വെട്ടി കഴിഞ്ഞത്. ഞാനാകെ ഒറ്റൊരു ബിരിയാണി മാത്രമേ കഴിച്ചുള്ളൂ. നമ്മൾ 3 ആൾക്കാരുണ്ടെങ്കിൽ 3 ആൾക്കാർക്കും വേണ്ടിയിട്ട് വാങ്ങിയത് കേട്ടോ. 3 ബിരിയാണി ഞാൻ ടേസ്റ്റ് ചെയ്തു. ഒരു രക്ഷയില്ലാത്ത മസാലയും റൈസും അടിപൊളി. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ സിംഗിൾ ബിരിയാണിയാണ് പറഞ്ഞത്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫിഷ് ആയാലും നമ്മൾ ആ ഫിഷിൻ്റെ ഒക്കെ സൈസ് നിങ്ങൾ നോക്ക്. അതുപോലെ തന്നെ കല്ലുമക്കായി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, പ്രോൺസും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു. നോട്ട് എ പോയിന്റ്, സിംഗിൾ ബിരിയാണിയാണ് കഴിച്ചത്. പിന്നെ ഒരു ആർഭാടത്തിന് കുറച്ച് ബീഫ് ഫ്രൈ കൂടി വാങ്ങി. ബീഫ് ആവറേജ് ആയിരുന്നു കേട്ടോ. ഇതിന്റെ ലൊക്കേഷൻ കണ്ണൂരിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. നമ്മളെ മാർക്കറ്റ് റോഡിലുള്ള അർഫ റെസ്റ്റോറന്റ് ആണ്. അങ്ങനെ അവിടുന്ന് ബിരിയാണി കഴിച്ച് ഈ കാവടിനുള്ളിൽ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റുള്ള റോഡിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഷേക്ക് കട കാണും. അവിടെയാണ് പോയത്. നമ്മളെ ഭാഗം കൊണ്ട് എപ്പോഴും തിരക്കുള്ള കട, ഇന്ന് ഒട്ടും തിരക്കുണ്ടായില്ല. അതുകൊണ്ട് പെട്ടെന്ന് പോയി പെട്ടെന്ന് കാര്യം കൈ കിട്ടി. അതൊക്കെയാണോ ജാക്ക് ഫ്രൂട്ട് പീനട്ട് ബട്ടർ. ഈ 3 ഷേക്കാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. 3 ട്രൈ ചെയ്ത് 3 അടിപൊളിയായി. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അവക്കാഡോ ആണ്. അത് ശരി, അതെന്തേലും ആട്ടെ. നമുക്കെന്തായാലും നമ്മളെ കോൺസെൻട്രേഷൻ ഫുള്ള് ഷേക്കിലും ഫുഡിലും ആണ്. അപ്പം നമുക്കത് ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സ്പോട്ട് പോയിട്ട് കാണാം.